നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇനിയും ഇടപെടും. ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കാനാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ജയിൽ അധികൃതർക്ക് നൽകിയ ഉത്തരവ്. ദയാദനത്തിന്റെ സാധ്യതകൾ പരമാവധി പരിശോധിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇടപെടും. ഇറാൻ വിഷയത്തിൽ ഇടപെടാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. യുദ്ധമുണ്ടാക്കിയ സാഹചര്യം ഇതും തകർത്തു. യമനിൽ ഗോത്ര നേതാക്കൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ അടിത്തട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഈ ഗോത്ര നേതാക്കൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ദയാദനം സ്വീകരിക്കുന്നതിലും നിരസിക്കുന്നതിലുമെല്ലാം ഈ ഗോത്ര വ്യവസ്ഥയുടെ സ്വാധീനം പ്രധാനമാണ്. പലപ്പോഴും ദയാദനം സ്വീകരിക്കാൻ കുടുംബവും ഗോത്രവും വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഈ കുടിപ്പകയിലേക്ക് വരെ മാറിയിട്ടുമുണ്ട്. നിമിഷപ്രിയയുടെ കേസിൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദോദ് മൊഹുദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾ ദിയാദനം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ്. ഇത് നിർണായകമാവുകയാണ്. കാരണം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ദിയാദനം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, വധശിക്ഷയിൽ നിന്ന് മോചനം നേടാനും സാധിക്കുകയുള്ളൂ. ഇതാണ് പ്രതിസന്ധി. നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ 2017-ലാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 2018-ൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. കീഴ്ക്കോടതി വിധി യമനിലെ സുപ്രീം കോടതിയും ശരിവെച്ചിരുന്നു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തിക്ക് മകളെ മോചിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും വിജയം കണ്ടിരുന്നില്ല. അതിനിടെ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി രൂപവൽക്കരിച്ചു. നെന്മാറ MLA കെ ബാബു കമ്മിറ്റിയുടെ ചെയർമാനാകും. വധശിക്ഷ ഈ മാസം 16-ന് നടപ്പാക്കാൻ ജയിൽ അധികൃതർക്ക് പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവ് ലഭിച്ചിരുന്നു. വധശിക്ഷ ഏറെ ദുഃഖകരവും ദൌർഭാഗ്യകരമാണെന്നാണ് കെ ബാബു പ്രതികരിച്ചത്. എംബസിയുടെ പ്രവർത്തനങ്ങൾ അവിടെ കാര്യമായിട്ടില്ല. ഗോത്ര സമുദായങ്ങളാണ് അവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിമിഷപ്രിയയുടെ അമ്മ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വിഷയത്തിൽ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുമുണ്ട്. ഇടപെടുന്നതിലൊന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഗോത്ര സമൂഹത്തിന്റെ ഇടപെടലാണ് പ്രധാനം. പലതവണ വിലപേശൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഫലം കണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് സാമുൽ ഇന്നു തന്നെ യമനിലേക്ക് പുറപ്പെടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കാനാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ജയിൽ അധികൃതർക്ക് നൽകിയ ഉത്തരവ്. ദയാദനത്തിന്റെ സാധ്യതകൾ പരമാവധി പരിശോധിക്കും. $10 ലക്ഷം നൽകണമെന്നാണ് യമൻ പൗരന്റെ കുടുംബം അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വാഗ്ദാനം നേരത്തെയും കുടുംബത്തിന് നൽകിയിരുന്നു. പക്ഷേ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിലെ ചില അംഗങ്ങൾ മാപ്പ് നൽകുന്നതിനോട് വിയോജിപ്പ് കാട്ടുന്നതാണ് സൂചന. ഇതാണ് പ്രതിസന്ധി. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ മോചനം സാധ്യമാവുകയുള്ളൂ. യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലീമി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ടതായി നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത് പിന്നീട് ഇന്ത്യയിലെ യമൻ എംബസി നിഷേധിക്കുകയും ഉണ്ടായി. സനയിലെ ജയിലിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ കഴിയുന്നത്. ഇളവ് നൽകണമെന്ന നിമിഷപ്രിയയുടെ ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു. അപ്പീൽ യമൻ സുപ്രീം കോടതി നവംബറിലും തള്ളി. കൊല്ലപ്പെട്ടയാളിന്റെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി മാപ്പ് സ്വീകരിച്ച വധശിക്ഷ ഒഴിവാക്കാൻ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രമം തുടരുകയായിരുന്നു. കുടുംബം മാപ്പ് നൽകുക എന്ന നേരിയ സാധ്യത മാത്രമേ മുന്നിലുള്ളൂ. മകളുടെ ജീവൻ രക്ഷിക്കാൻ അമ്മ പ്രേമകുമാരി മാസങ്ങളായി യമനിലുണ്ട്. ആഭ്യന്തര യുദ്ധം കലുഷിതമായ യമൻ തലസ്ഥാനമായ സന ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണ്. ഇന്ത്യൻ എംബസി അയൽരാജ്യമായ ജിബൂട്ടിയിലാണ്. തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് 2012-ലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി പോയത്. തലാൽ അബ്ദുൾ മഹീദിയെ പരിചയപ്പെട്ടതോടുകൂടി ഇരുവരും പങ്കാളികളായി ക്ലിനിക് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. സാമ്പത്തികമെല്ലാം കൈമാറി കൂടുതൽ പണം കണ്ടെത്താൻ കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് വന്ന നിമിഷപ്രിയ ഒറ്റയ്ക്കാണ് മടങ്ങിപ്പോയത്. നിമിഷ ഭാര്യയാണ് എന്ന് തലാൽ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിരുന്നു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, ഭീഷണിപ്പെടുത്തി, മതാചാര പ്രകാരം വിവാഹവും നടത്തി. പാസ്പോർട്ട് തട്ടിയെടുക്കുകയും സ്വർണം വിൽക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് അറിയില്ല. പരാതി നൽകിയ നിമിഷപ്രിയെ ക്രൂരമായി മർദ്ദിച്ചു. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിൽ പ്രതിരോധിച്ചപ്പോഴാണ് മഹദി മരിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ മൊഴി. എന്താണ് ഇതിന്റെ വാസ്തവമെന്ന് ഇപ്പോഴും അറിയില്ല എന്നാണ് ഭർത്താവ് പറയുന്നത്. ടോമി പലപ്പോഴായി നമ്മൾ മലയാളി വാർത്തയോട് പ്രതികരിച്ചപ്പോഴൊക്കെ തന്നെ നിമിഷപ്രിയ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അതോടൊപ്പം നമുക്ക് അഭിപ്രായങ്ങൾ തേടാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് കണ്ടറിയണം.